ഹലോ എവരി വൺ, വെൽക്കം ടു എമിനന്റ് PSA. ഇത് നമ്മൾ പൊളിറ്റിയിലെ വുമൺ റിസർവേഷൻ ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മളിത് പഠിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഈയിടെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പരീക്ഷകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും അത് പുതിയ നിയമമായിട്ട് നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമം അറിയപ്പെടുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം 2023 എന്നാണ്. വനിതാ സംവരണ ബിൽ എന്ന് കൂടെ പറയുന്നു. ഈ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യവും ഉണ്ട്. ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക്, പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സംവരണം കൊണ്ടുവരുന്ന ബില്ലാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രാധാന്യം ഈ ബില്ലിനുണ്ട്. മാത്രമല്ല, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഈയിടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തു. ബിമൽ പട്ടേലാണ് അത് രൂപകൽപ്പന ചെയ്തത്. ആ പുതിയ പാർലമെന്റ് മന്ദിരം ഈ പറയപ്പെടുന്നത് സൻസദ് ഭവൻ എന്നാണ്. ആ സൻസദ് ഭവനിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ബില്ലാണ് വനിതാ സംവരണ ബില്ല്. പഴയ പാർലമെന്റ് മന്ദിരം സംവിധാൻ സദൻ എന്നറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സൻസദ് ഭവനിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലാണ്. മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ 18ാമത്തെ ലോക്സഭയാണ് നിലവിലുള്ളത്. 15ാമത്തെ രാഷ്ട്രപതിയാണ് ഇപ്പോൾ ഉള്ളത്, ദ്രൗപദി മുർമു. ഒരുപാട് പ്രത്യേകതകളുള്ള പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രപതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ദ്രൗപദി മുർമു ആദ്യമായിട്ട് അംഗീകാരം കൊടുത്ത ബില്ലാണ്. നമുക്കറിയാം, ഒരു ബില്ല് നിയമമാണെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടണം. രാഷ്ട്രപതി ആദ്യമായിട്ട്, ദ്രൗപദി മുർമു രാഷ്ട്രപതിയായ ശേഷം ആദ്യമായി അംഗീകാരം കൊടുത്തിട്ടുള്ള ബില്ലാണ് വനിതാ സംവരണ ബിൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ബില്ലിനുണ്ട്. ഈ ബില്ലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പണ്ട് മുതൽക്കേ കുറെ മുന്നേ വരെ ഈ ബില്ലുകൾ ഇങ്ങനെ അവതരിപ്പിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തന്നെ നിയമമാവാതെ ഇത് വെറും കടലാസ് കെട്ടുകളായിട്ട് നിലനിന്നു. ആദ്യമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചത് 81ാമത്തെ ഭേദഗതി ബില്ല് 1996-ലാണ്. ഇനി മറ്റൊരു കാര്യം, ഒരു PYQ ആണിത്. വനിതാ സംവരണ ബില്ല് ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച വനിത ഗീതാ മുഖർജിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു PYQ ആണ്. വനിതാ സംവരണ ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ച വനിത ഗീതാ മുഖർജിയാണ്. ഈ ബില്ല് ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് 81ാം ഭേദഗതി ബില്ല് 1996-ലാണ് അവതരിപ്പിച്ചത്. അതിനുശേഷം 6 തവണ ഇതേപോലെ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ ഈ ബില്ലുകളൊന്നും പാസ്സായില്ല. അതുകൊണ്ട് തന്നെ നിയമമോ ആയില്ല. പക്ഷേ 2023 128ാമത്തെ ഭേദഗതി ബില്ലായിട്ട് നമ്മുടെ നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മെഗ്വാൾ അവതരിപ്പിച്ചു. എവിടെയാണ് അവതരിപ്പിക്കുന്നത്? ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ് അവതരിപ്പിക്കുന്നത്? 2023 സെപ്റ്റംബർ 19-നാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. പിറ്റേന്ന് സെപ്റ്റംബർ 20-ന് തന്നെ ലോക്സഭ ഇത് അംഗീകരിച്ച് പാസ്സാക്കി രാജ്യസഭയിലേക്ക് അയച്ചു. അങ്ങനെ രാജ്യസഭ അന്ന് തന്നെ സെപ്റ്റംബർ 21-ന് 2023 സെപ്റ്റംബർ 21-ന് ഇത് രാജ്യസഭയും പാസ്സാക്കി. പക്ഷേ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയതുകൊണ്ട് നിയമമാവോ? ഇല്ല. ആരുകൂടെ ഒപ്പിടണം? രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുമ്പോൾ മാത്രമേ ഈ ബില്ല് നിയമമാവുന്നുള്ളൂ. അങ്ങനെ ഒന്നുകൂടെ ആലോചിച്ചു വെക്കുക ഈ ഡേറ്റുകള്. 2023 സെപ്റ്റംബർ 19-നാണ് ഈ ബില്ല് ലോക്സഭയിൽ നമ്മുടെ നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മെഗ്വാൾ അവതരിപ്പിക്കുന്നുണ്ട്. ലോക്സഭ 2023 സെപ്റ്റംബർ 20-ന് തന്നെ ഈ ബില്ല് പാസ്സാക്കുകയും രാജ്യസഭയിലേക്ക് അയക്കുകയും ചെയ്തു. രാജ്യസഭ 2023 സെപ്റ്റംബർ 21-ന് തന്നെ ഈ ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട്. നിയമമന്ത്രിയായ അർജുൻ റാം മെഗ്വാൾ ലോക്സഭയിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അങ്ങനെ രാഷ്ട്രപതിയുടെ അടുത്ത് ഈ ബില്ലെത്തി. 2023 സെപ്റ്റംബർ 28-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ബില്ല് ആദ്യമായിട്ട് രാഷ്ട്രപതി അംഗീകാരം കൊടുക്കുന്ന ഒരു ബില്ലാണ്. അങ്ങനെ നിയമമായിട്ട് വരുവാണ്. 2023 സെപ്റ്റംബർ 28-ന് തന്നെ രാഷ്ട്രപതി ഒപ്പിട്ടു. അങ്ങനെ രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഇത് നിയമമായിട്ട് അംഗീകരിച്ചു. ഈ സെപ്റ്റംബർ 28-നെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വളരെ പ്രത്യേകതയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. നമ്മുടെ MS സ്വാമിനാഥൻ അന്തരിച്ച ദിവസമാണ് 2023 സെപ്റ്റംബർ 28. അന്ന് തന്നെയാണ് നാരി ശക്തൻ വന്ദൻ അധിയാൻ ബില്ല് പാസ്സായത്. കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഒരേ ഡേറ്റിൽ തന്നെ 2 കാര്യങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ഇനി നമ്മൾ ബില്ല് പാസ്സായ കാര്യം പറഞ്ഞു. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ബില്ല് പാസ്സാക്കി. ഈ ബില്ല് എന്താണ്? ഈ നിയമം നിലവിൽ വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നുള്ളത് നോക്കണ്ടേ? ലോക്സഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭ എന്നിങ്ങനെ 3 മേഖലകളിലേക്കാണ് 33% വനിതകൾക്ക് സംവരണം നൽകിക്കൊണ്ടാണ് ഈ ബില്ല് പാസ്സാവുന്നത്. ലോകസഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭ. പക്ഷെ അപ്പൊ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് രാജ്യസഭ? രാജ്യസഭയിൽ യാതൊരു തരത്തിലുള്ള സംവരണങ്ങളും റിസർവേഷനുകളും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഈ ബില്ല്
നിലവിൽ വരുന്ന സമയത്ത്, നിയമം വരുന്ന സമയത്ത് മാറ്റങ്ങൾ വരുന്നത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലും മാത്രമാണ്. 33% വനിതാ സംവരണമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ ഒരു മാറ്റം വരുന്ന സമയത്ത് എന്ത് വരും? ഭരണഘടനയിൽ മാറ്റം വരും. ഭരണഘടനയിലെ ആർട്ടിക്കിളുകളിൽ മാറ്റം വരും. അനുച്ഛേദം. അങ്ങനെ ആർട്ടിക്കിൾ 330A ലോക്സഭയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളിൽ മാറ്റം വന്നു. ആർട്ടിക്കിൾ 332A സംസ്ഥാന നിയമസഭ, ആർട്ടിക്കിൾ 239AA ഡൽഹി നിയമസഭ. ഈ 3 ആർട്ടിക്കിളുകൾ പഠിച്ചു വെക്കുക. കാരണം ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിളുകളാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. നാരീശക്തൻ വന്ദൻ 2023 വനിതാ സംവരണ ബില്ല് പുതിയ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ബില്ലാണ്. ദ്രൗപദി മുർമു രാഷ്ട്രപതിയായ ശേഷം ഒപ്പിട്ട ആദ്യത്തെ ബില്ലാണ്. മാത്രമല്ല ഇത് ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച വനിത ഗീതാ മുഖർജിയാണ്. 6 തവണ ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബില്ലുകളൊന്നും പാസ്സായില്ല. 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ട് ഈ ബില്ല് പാസ്സാക്കുകയും 106ാമത്തെ ഭേദഗതി നിയമമായിട്ട്, വളരെ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക, 128ാമത്തെ ഭേദഗതി ബില്ലാണ്. അങ്ങനെ വരാൻ കാരണം എന്താ? ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല? നിയമമായിട്ടില്ല. 106 മാത്രമേ നിയമമായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ 128 ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ബില്ലുകൾക്കൊന്നും രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ 128ാമത്തെ ഭേദഗതി ബില്ലും 106ാമത്തെ ഭേദഗതി നിയമവുമായിട്ടാണ് നാരീശക്തൻ വന്ദൻ അധിനിയം നിലവിൽ വരുന്നത്. നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മെഗ്വാൾ ആണ് ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ലോക്സഭ അവതരിപ്പിച്ച ദിവസം 2023 സെപ്റ്റംബർ 19-നാണ്. ലോക്സഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 20-നാണ്. രാജ്യസഭയിലേക്ക് വീണ്ടും അംഗീകാരത്തിന് വേണ്ടി അയച്ചു. രാജ്യസഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 21-നാണ്. രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയത് കൊണ്ടും നിയമമാവില്ല. പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടണം. രാഷ്ട്രപതി ഒപ്പിട്ടത് 2023 സെപ്റ്റംബർ 28-നാണ്. എവിടെയൊക്കെയാണ് സംവരണം വരുന്നത്? ലോക്സഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭ എന്നിങ്ങനെയാണ് 33% വനിതാ സംവരണമാണ് വരുന്നത്. ഏതൊക്കെ ആർട്ടിക്കിളുകളിലാണ് മാറ്റം വരുന്നത്? ആർട്ടിക്കിൾ 330A ലോക്സഭ, 332A സംസ്ഥാന നിയമസഭ, ആർട്ടിക്കിൾ 239AA ഡൽഹി നിയമസഭ. ഇത്തരത്തിലാണ് മാറ്റം വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.